ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖലകളിലേക്കുള്ള വിമാന സർവീസുകൾ വിമാന കമ്പനി റദ്ദാക്കിയെന്ന വാർത്തയുണ്ട്. കരിപ്പൂരിൽ നിന്ന് സമീർ സി മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സമീർ, കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സീസ് ഫയർ നിലവിൽ വന്നു കഴിഞ്ഞു, വെടിനിർത്തൽ രണ്ട് രാജ്യങ്ങളും അംഗീകരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ വിമാന കമ്പനികൾ സർവീസുകൾ പുനരാരംഭിക്കും എന്നാണോ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? വിവരങ്ങൾ. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമയാന പാതകളെല്ലാം അടച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാർ വലിയ പ്രയാസത്തിൽ അനുഭവപ്പെടുന്നു. പ്രയാസമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഒരു സമാധാനത്തിന്റെ വാർത്ത കൂടി വരുന്നത്. യുദ്ധം അവസാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന 5 വിമാനങ്ങളാണ് രാവിലെ പുറപ്പെടേണ്ടിയിരുന്നത്. എയർ ഇന്ത്യയുടെ 4 സർവീസുകളും അതുപോലെ തന്നെ ഇൻഡിഗോയുടെ ഒരു സർവീസുമാണ് ഉണ്ടായിരുന്നത്. അതിൽ 5 എണ്ണം ഇപ്പോൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. ദോഹ, ജിദ്ദ, റാസൽ ഖൈമ, ബഹ്റൈൻ എന്നീ സർവീസുകളാണ് ഇന്ത്യൻ എയർലൈൻസിൻ്റെതായിട്ടുള്ളത്. ആ എയർലൈൻസിൻ്റെ സർവീസുകളാണ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇൻഡിഗോയുടെ മുംബൈ സർവീസും റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് എത്തേണ്ടിയിരുന്ന കരിപ്പൂരിലേക്ക് വരേണ്ടിയിരുന്ന അബുദാബി, റിയാദ്, അതുപോലെ തന്നെ ദമാം, ദുബായ്, ഷാർജ, ജിദ്ദ, മസ്കറ്റ് എന്നിങ്ങനെ 7 സർവീസുകളും റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ SKN സൂചിപ്പിച്ചതുപോലെ വളരെ ശുഭകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. യുദ്ധം അവസാനിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വേഗത്തിൽ ഈ സർവീസുകളെല്ലാം തന്നെ പുനരാരംഭിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എയർപോർട്ട് അതോറിറ്റി നമ്മോട് നൽകുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഇതിൽ ഏതാനും സർവീസുകൾ ഡിലേ ആവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരം ഡിലേകൾ കൂടി പരിഹരിക്കപ്പെടും. വളരെ വേഗത്തിൽ സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയും എന്നാണ് എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കുന്നത്. SKN.